വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് LPSA, UPSA, കാറ്ററ്റ് കാറ്റഗറി 1, കാറ്ററ്റ് കാറ്റഗറി 2, കാറ്ററ്റ് കാറ്റഗറി 3 പരീക്ഷകൾക്കെല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന സൈക്കോളജിയിലെ സാമൂഹിക വികസനം അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോ ക്ലാസ്സാണ്. പ്രധാനമായിട്ടും ഒരു 5 പോയിന്റുകളാണ് നമുക്കിവിടെ പഠിക്കുവാനായിട്ടുള്ളത്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സാമൂഹിക വികസനം അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിൻ്റെ പോയിന്റ് ഇതാണ്: താൻ ഉൾപ്പെട്ട സംഘത്തിന് സ്വീകാര്യനായ അംഗമായി തീരാൻ ആവശ്യമായ മനോഭാവങ്ങളും മൂല്യങ്ങളും നൈപുണികളും ആർജിക്കുവാൻ ശിശുവിനെ പ്രാപ്തനാക്കുന്ന വികസന പ്രക്രിയയാണ് സാമൂഹിക വികസനം എന്ന് പറയുന്നത്. അപ്പം എന്താണ്? താൻ ഉൾപ്പെട്ട സംഘത്തിനു സ്വീകാര്യനായ അംഗമായി തീരാൻ ആവശ്യമായ ഏതൊക്കെയാണ് വേണ്ടത്? ആവശ്യമായ മനോഭാവങ്ങളും മൂല്യങ്ങളും നൈപുണികളും ആർജിക്കാൻ ശിശുവിനെ പ്രാപ്തനാക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജ് അല്ലെങ്കിൽ വികസന പ്രക്രിയയാണ് സാമൂഹിക വികസനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയല്ലേ? ഈ സാമൂഹിക വികസനത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണെന്ത്? പ്രീ സോഷ്യൽ ബിഹേവിയർ അല്ലെങ്കിൽ സാമൂഹിക പൂർവ വ്യവഹാരം എന്ന് പറയുന്നത്. അപ്പം എന്താണ് സാമൂഹിക പൂർവ വ്യവഹാരം അല്ലെങ്കിൽ പ്രീ സോഷ്യൽ ബിഹേവിയർ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ശിശുവിൻ്റെ ജനന സമയത്തും ആദ്യത്തെ ഏതാനും മാസങ്ങളിലുമുള്ള വ്യവഹാരത്തിനെയാണ് സാമൂഹിക പൂർവ വ്യവഹാരം എന്ന് പറയപ്പെടുന്നത്. എന്താണ്? ശിശുവിൻ്റെ ജനന സമയത്തും ജനന സമയത്തും ആദ്യത്തെ ഏതാനും മാസങ്ങളിലുമുള്ള വ്യവഹാരത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? സാമൂഹിക പൂർവ വ്യവഹാരം അല്ലെങ്കിൽ പ്രീ സോഷ്യൽ ബിഹേവിയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സാമൂഹിക വ്യവഹാര രൂപങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് ഏതൊക്കെയാണ്? അനുകരണം, സംഭ്രമം, ലജ്ജ, ശത്രുത, വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള അഭിവാജ്ഞ. ഇതൊക്കെയാണ് എന്ത്? പ്രീ സോഷ്യൽ ബിഹേവിയർ അല്ലെങ്കിൽ സാമൂഹിക പൂർവ വ്യവഹാരം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടികളിൽ കാണപ്പെടുന്ന സാമൂഹിക വ്യവഹാര രൂപങ്ങൾ. കിട്ടിയത്? ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ പ്രീ സോഷ്യൽ ബിഹേവിയർ ഏതാണ്? അങ്ങനെ ഒരു ചോദ്യം വരാം. അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ളതിൽ പ്രീ സോഷ്യൽ ബിഹേവിയർ അല്ലാത്തത് ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കതിനെപ്പറ്റി ഐഡിയ ഉണ്ടാകണം. അവ ഏതൊക്കെയാണ്? അനുകരണം, സംഭ്രമം, ലജ്ജ, ശത്രുത, വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള അഭിവാജ്ഞ. കിട്ടിയല്ലോ? ഒപ്പം അടുത്ത പോയിന്റ് നോക്കാം. ആദ്യകാല ബാല്യങ്ങളിൽ കുട്ടി ചില പ്രത്യേക ഘട്ടങ്ങളിൽ മാത്രമായിരിക്കും സാമൂഹിക പ്രവണത കാണിക്കുന്ന ശൈലി വിട്ട് തികച്ചും സാമൂഹികവൽക്കരിക്കപ്പെട്ട വ്യക്തിയായി വികസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും. കൂടാതെ മറ്റുള്ളവരുമായി പൊരുത്തപ്പെടാനും സംഘപ്രവർത്തനങ്ങളിലും കളികളിലും ഏർപ്പെടാൻ പഠിക്കുന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? മറ്റുള്ളവരുമായി പൊരുത്തപ്പെടാനും സംഘപ്രവർത്തനങ്ങളിലും കളികളിലും ഏർപ്പെടാൻ പഠിക്കുന്നതും ഈ പറയുന്ന കാലഘട്ടത്തിലാണ്. കിട്ടിയില്ലേ? ഇനി നമുക്ക് 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്നുള്ളത് നോക്കാം. അതായത് 3 വയസ്സ് വരെ ചെറുത്തു നിൽക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു പ്രവണത എന്ന് പറയുന്നത്. ഇപ്പം എന്താണ്? 3 വയസ്സ് വരെ ചെറുത്തു നിൽക്കുക എന്നുള്ളതാണ് പ്രവണത. ഏതാണ്ട് 4 വയസ്സാകുമ്പോൾ മുതൽ കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റം വരും. അപ്പോൾ കുട്ടികളിൽ എന്തൊക്കെ വരാം? സഹകരണ മനോഭാവം ഉടലെടുക്കാം, സൗഹൃദങ്ങൾ വളർന്നു വരും, മുതിർന്നവരുടെ അംഗീകാരം ആഗ്രഹിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ പോയിന്റുകൾ. ഇനി പിൻകാല ബാല്യം എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് നോക്കാം. പിൻകാല ബാല്യത്തിൽ സാമൂഹ്യ വ്യവഹാര രൂപങ്ങളായിട്ടുള്ള
ശത്രുത, അതുപോലെ തന്നെ കലാപം, കലഹം, കലാപം മാത്രമല്ല പിന്നെ വീണ്ടും വരുന്നുണ്ട് കലഹം, അതുപോലെ തന്നെ സഹകരണം, അനുകമ്പ എന്നിവ കുട്ടികളിൽ വികസിക്കുന്നു. പിൻകാല ബാല്യത്തിൽ സാമൂഹിക വ്യവഹാര രൂപങ്ങളിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്തൊക്കെയാണ്? ശത്രുത, കലാപം, കലഹം, സഹകരണം, അനുകമ്പ പോലെയുള്ള കാര്യങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുമെന്നാണ് പറയണത്. കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. കൗമാരത്തിലെ ആദ്യ കാലഘട്ടങ്ങളിലെ സാമൂഹിക വികസന പ്രക്രിയയിൽ ഏറ്റവും പ്രാധാന്യം അല്ലെങ്കിൽ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ഗാങ് ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ കൗമാരത്തിലെ ആദ്യ കാലങ്ങളിലെ സാമൂഹിക വികസന പ്രക്രിയയിൽ ഗാങ്ങിന് വലിയ പങ്ക് വഹിക്കുവാനായിട്ട് സാധിക്കും. ഇനി പിൻകാല കൗമാരഘട്ടത്തിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. എന്താണ് പിൻകാല കൗമാരഘട്ടം? പിൽക്കാല കൗമാരഘട്ടത്തിലെ കുമാരി കുമാരന്മാർക്ക് സ്വതാല്പര്യത്തിലുപരി, സ്വന്തം താല്പര്യത്തിനേക്കാൾ ഉപരിയായിട്ട് സമൂഹ താല്പര്യം പരിഗണിക്കുവാനായിട്ട് തുടങ്ങും. എന്താണ്? സാമൂഹിക താല്പര്യത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. സ്വന്തം സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പഠിക്കുന്നു. അവർ ദുർബലരായ വ്യക്തികളോട് അനുകമ്പ കാണിക്കും. കൂടാതെ വിവിധ സാമൂഹിക പ്രശ്നങ്ങളിൽ താല്പര്യം വളർത്തുന്നു. കൂടാതെ മറ്റുള്ളവരെ ഉന്നമിപ്പിക്കാനും സമൂഹ തിന്മകളെ നിരൂപണം ചെയ്യാനുള്ള ശക്തമായ പ്രേരണ കാണിക്കുന്നു. സാമൂഹിക തിന്മകളെ നിരൂപണം ചെയ്യാനുള്ള ശക്തമായ പ്രേരണ കുട്ടികളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റ് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? പിൻകാല കൗമാര കാലഘട്ടത്തിൽ കുമാരന്മാർ സ്വന്തം താല്പര്യത്തിനേക്കാൾ ഉപരി സമൂഹ താല്പര്യം പരിഗണിക്കുവാനും സ്വന്തം സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും പഠിക്കാറുണ്ട്. കൂടാതെ അവർ ദുർബലരോട് അനുകമ്പയും വിവിധ സാമൂഹിക പ്രശ്നങ്ങളിൽ താല്പര്യവും വളർത്തുന്നുണ്ട്. കൂടാതെ മറ്റുള്ളവരെ ഉന്നമിപ്പിക്കുവാനും സമൂഹ തിന്മകളെ നിരൂപണം ചെയ്യാനുള്ള ശക്തമായ പ്രേരണ കാണിക്കുന്നു എന്നുള്ള പോയിന്റും കൂടി ഓർത്തിരിക്കുക. ഇനി സമൂഹ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.